നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 87. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 87. ഇന്ന് പ്രഥമസ്കന്ധത്തിൽ 7-ാം അധ്യായത്തിൽ 24-ാമത്തെ ശ്ലോകമാണ് പറയേണ്ടത്. സ ഏവ ജീവലോകസ്യ മായാമോഹിതചേതസാ വിദൽസേ സ്വേന വീര്യേണ ശ്രേയോ ധർമാധിലക്ഷണം. സ ഏവ ജീവലോകസ്യ മായാമോഹിതചേതസാ വിദൽസേ സ്വേന വീര്യേണ ശ്രേയോ ധർമാധിലക്ഷണം. വളരെ ക്ലിയറായിട്ട് പറഞ്ഞു. ശ്രേയോ ധർമാദിലക്ഷണം. ധർമ്മത്തിൻ്റെ അടയാളം എന്താ? ശ്രേയസ്. ശ്രേയസ്സുള്ള ഒരാൾ ധർമ്മപാതയിൽ സഞ്ചരിക്കണമെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, മായയാൽ മോഹിക്കപ്പെട്ട മനസ്സോടുകൂടിയ പ്രാണിവർഗത്തിന് സ്വപ്രഭാവത്താൽ എന്നുള്ളത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. ധർമ്മം മുതലായ ലക്ഷണത്തോടു കൂടിയ പുരുഷാർത്ഥത്തെ ആ നിന്തുരുവടി തന്നെ ഉണ്ടാക്കുന്നു. ആ നിന്തുരുവടി ഏത് നിന്തുരുവടി? ഉള്ളിലിരിക്കണ അന്തര്യാമി, അല്ലാണ്ട് പുറം ലോകമായിട്ട് ഒന്നും ചെയ്യാനില്ല. ഇത് പറഞ്ഞാൽ തെറ്റും. ബാക്കിയൊക്കെ കർമ്മകാണ്ഡാണ്. സപ്താഹം മുതലായിട്ടുള്ളതൊക്കെ കർമ്മകാണ്ഡാണ്. സ്വാധ്യായം ചെയ്യാണ്ട് ഒരു രക്ഷയില്ല. അതിൻ്റെ വാക്കാർത്ഥം പറയാം, ഭാവാർത്ഥം പറയാം. ചിത് ശക്തിയാൽ, ചിത്ത് അതെവിടെ? ഉള്ളിൽ. ചിത് ശക്തിയാൽ മായയെ അതിക്രമിച്ചിരിക്കുന്ന ആ നിന്തിരുവടി, ഉള്ളിലിരിക്കുന്ന ദൈവം തന്നെ, നിന്തിരുവടി തന്നെ ആകുന്നു മായയാൽ മോഹിച്ചിരിക്കുന്ന ജീവരാശികൾക്ക് സ്വപ്രഭാവാതിശയത്താൽ, സ്വന്തം പ്രഭാവത്തിൻ്റെ അതിശയത്താൽ ധർമ്മം അർത്ഥം കാമം എന്ന ത്രിവർഗത്തെ നൽകുന്നവൻ. എന്നാൽ നാലാമത് മോക്ഷം നൽകുന്നതും ആരാ? പരമാർത്ഥ ചൈതന്യമായിട്ടുള്ള അന്തര്യാമി തന്നെയാണ്. അപ്പോൾ മായാമോഹിതന്മാർ ധർമാദിപ്രാപ്തിക്ക് വേണ്ടി അങ്ങയെ ഉപാസിക്കുന്നു. അവർക്ക് ആഗ്രഹിച്ച അതാത് പുരുഷാർത്ഥങ്ങളെ നിന്തിരുവടി നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ധർമ്മം അർത്ഥം കാമം അതൊക്കെ തരും. പക്ഷേ അതുകൊണ്ടായില്ല. നമുക്ക് സാറ്റിസ്ഫൈഡ് ആവാൻ പറ്റില്ല. പിന്നെ എന്ത് വേണം? മോക്ഷം തന്നെ വേണം. ആ മോക്ഷത്തിന് എന്ത് വേണം? നിഷ്കാമകർമ്മം ചെയ്യണം. അപ്പോൾ നശ്വരങ്ങളായ ധർമാദികളെ ആഗ്രഹിച്ച് ഉപാസിക്കുന്നത് മായാമോഹത്തിൻ്റെ ലക്ഷണമാണെന്ന് സാരം. അതായത് നശ്വരങ്ങളായ, നശിക്കുന്ന ധർമ്മം നശിക്കും, അർത്ഥം നശിക്കും, കാമം നശിക്കണം. എന്നാലേ എന്ത് കിട്ടുള്ളൂ? മോക്ഷം കിട്ടുള്ളൂ. അപ്പോൾ പറയാതെ കൊണ്ട് പറയുന്ന രീതിയിലാണ് വേദവ്യാസർ ഇത് ക്രോഡീകരിക്കുന്നത്. അപ്പോൾ നമ്മളെന്ത് വേണം? ഉഷാറായിട്ടിരിക്കണം. വാക്കിൻ്റെ അർത്ഥം എടുക്കരുത്, ലക്ഷണാർത്ഥം. അപ്പോൾ ധർമാർത്ഥ കാമം വെടിഞ്ഞാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? മോക്ഷം കിട്ടുള്ളൂ. ഇതാര് പറയണം എന്നുണ്ടെങ്കിൽ ഈശ്വരകാരുണ്യം വേണം. എല്ലാവർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ 25-ാമത്തെ ശ്ലോകം നോക്കുക. തഥാ അയം ചാവൽ ച അവതാരസ്തേ ഭുവോ ഭാരജിഹീർഷയാ സ്വാനാം ച അനന്യഭാവാനാം അനുധ്യാനായ ച അസകൃത്. വളരെ ചില സ്ഥലത്ത് പിടിക്കണം, വാക്കുകളെ പിടിക്കണം. തഥായം ച അവതാരസ്തേ ഭുവോ ഭാരജിഹീർഷയാ
സ്വാനാം ച അനന്യഭാവാനാം അനുധ്യാനായ ച അസകൃത്. വെരി ക്ലിയർ ആയപ്പോൾ അപ്രകാരം നിന്തിരുവടിയുടെ ഈ അവതാരവും ഭൂമിയുടെ ഭാരത്തെ ഹരിപ്പാനുള്ള ഇച്ഛ കൊണ്ടാകുന്നു. അങ്ങയുടെ സംബന്ധികൾക്കും അനന്യഭാവത്തോട് കൂടാത്തവർക്കും, അനന്യഭാവത്തോട് കൂടിയവർക്ക് മോക്ഷം കിട്ടും, അനന്യഭാവത്തോട് കൂടാത്തവർക്കും എല്ലായ്പ്പോഴും അനുധ്യാനത്തിനായി കൊണ്ടുമാകുന്നു. വളരെ ഉണ്ടാവില്ല. അനുധ്യാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞുതരാം, ആ ഭാവാർത്ഥം വരുമ്പോൾ അത് ക്ലിയർ ആവുള്ളൂ. അങ്ങയുടെ ഈ അവതാരവും ഭൂമിക്ക് ഭാരമായി ഭവിച്ചിരിക്കുന്ന ദുർജനങ്ങളെ സംഹരിച്ച് സാധുക്കളെ സംരക്ഷിപ്പാനും അങ്ങയുടെ സ്വരൂപം അറിഞ്ഞിരിക്കുന്ന ജ്ഞാനികൾക്കും ഏകാന്ത ഭക്തന്മാർക്കും നിരന്തരം ധ്യാനിപ്പാനും വേണ്ടി കരുണയാൽ സ്വീകരിക്കപ്പെട്ട ദിവ്യസ്വരൂപമാകുന്നു. ഇവിടെ എന്തിനൊക്കെ ഒഴിവാക്കണം, എന്തിനൊക്കെ സ്വീകരിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങയുടെ ഈ അവതാരം ഭൂമിക്ക് ഭാരമായി ഭവിച്ചിരിക്കുന്ന ദുർജനങ്ങളെ സംഹരിച്ച് സാധുക്കളെ സംരക്ഷിക്കുക. സാധുക്കളെ എന്ന് പറഞ്ഞാൽ ആ പിച്ചക്കാരല്ല, സാത്വത ഗുണനിധികൾ. അങ്ങയുടെ സ്വരൂപം അറിഞ്ഞിരിക്കുന്നവരാണ് ആര്? ജ്ഞാനികൾ. അങ്ങയുടെ സ്വരൂപം എന്താ? നിരാകാര. ആകാശത്തിലും കാറ്റിലും അഗ്നിയിലും ജലത്തിലും ഭൂമിയിലും ഈശ്വര തത്വം ഉണ്ട് എന്നറിയാതെ കണ്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് കൃഷ്ണനെ പൂജിച്ചതുകൊണ്ടായില്ല. ഒരു വിഷയം. അപ്പോൾ ജ്ഞാനികൾക്കും ഏകാന്ത ഭക്തന്മാർ, അതാരാ? ഏകാന്ത ഭക്തന്മാർ, നിരന്തരം ധ്യാനിക്കുന്നവർ, അവർക്ക് വേണ്ടി കരുണയാൽ സ്വീകരിക്കപ്പെട്ട ദിവ്യസ്വരൂപം, ഡിവൈൻ. പറഞ്ഞോ? ഓക്കെ, അടുത്ത ശ്ലോകം 26. കിം ഇദം സിത് കുതോ വേദി ദേവദേവ ന വേദ്മ്യഹം സർവതോ മുഖമായാതി തേജ പരമദാരുണം. കിം ഇദം സിത് കുതോ വേദി ദേവദേവ ന വേദ്മ്യഹം സർവതോ മുഖമായാതി തേജ പരമദാരുണം. ഇവിടെ ഇത് എന്ത്, എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല. ഇത് എന്ത്, എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല. ഏറ്റവും പരമദാരുണം ഭയങ്കരമായ തേജസ് എങ്ങും വ്യാപിക്കുന്നതായിട്ട് അറിയുന്നു. എങ്ങും നമ്മുടെ മനസ്സെത്ര ദിവസമൊക്കെ നമ്മൾ തേജസ് ഉണ്ടില്ലേ? അതിൻ്റെ ഭാവാർത്ഥം, ഹേ ദേവദേവ, എങ്ങും വ്യാപിച്ചും നേരെ വരുന്നതും ഏറ്റവും ഭയങ്കരവുമായി തേജസ് എന്താണ്, എവിടെ നിന്നുണ്ടായി എന്ന് ഞാൻ അറിയുന്നില്ല. എൻ്റെ ഉള്ളിലുള്ള തേജസ് എങ്ങനെ വന്നു നമുക്കറിയോ? ഇല്ല. ശ്രീ ഭഗവാനുവാച. അടുത്തത് 27ാമത്തെ ശ്ലോകം ഭഗവാൻ പറഞ്ഞതാണ്. ഭഗവാനുവാച വേദ ഇത്തം വേദ ഒന്നുകൂടി നോക്കട്ടെ കേട്ടോ. അതെ, വേത്ത ഇത്തം വേത്തേധം എന്നാണ്, അങ്ങനെ വരില്ല, അത് കൂട്ടക്ഷര. അപ്പോൾ വേത്ത ഇതം, ഒന്നുകൂടി നോക്കട്ടെ. വേത്ത ഇതം ദ്രോണപുത്രസ്യ ബ്രാഹ്മം അസ്ത്രം പ്രദർശിതം നൈവ അസൗ വേദസംഹാരം പ്രാണബാധ ഉപസ്ഥിതേ. വേദ ഇദം ദ്രോണപുത്രസ്യ ബ്രാഹ്മം അസ്ത്രം പ്രദർശിതം നൈവ അസൗ വേദസംഹാരം പ്രാണബാധ ഉപസ്ഥിതേ. എന്താണ് പറയുക? ഇത് പ്രാണോപദ്രവം സമീപിച്ചപ്പോൾ, എൻ്റെ പ്രാണനെ സമീപിച്ചപ്പോൾ
പ്രദർശിക്കപ്പെട്ടതായ ദ്രോണപുത്രൻ്റെ ബ്രഹ്മാസ്ത്രമാണെന്ന് നീ അറിഞ്ഞാലും എന്ന് ആരാ പറഞ്ഞത്? ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ നേരെ വരുന്ന ചൈതന്യം എന്താണെന്ന് മഹാപ്രഭു എനിക്ക് അറിയണില്ലല്ലോ എന്ന് മധ്യമ പാണ്ഡവനായിരിക്കുന്ന അർജുനൻ തൻ്റെ സതീർത്ഥ്യനും തേരാളിയും മാത്രമല്ല തൻ്റെ പരമഗുരുവുമായിട്ടുള്ള ഭഗവാനോട് ചോദിക്കുകയാണ്, ഇതെന്താ? ഞാൻ ഇതേവരെ ഇങ്ങനൊരു തേജസ് കണ്ടിട്ടില്ലല്ലോ, എങ്ങനെ നേരിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നത്? അതെ, ഇത് തൻ്റെ ഗുരുനാഥനായിരിക്കുന്ന ദ്രോണാചാര്യരുടെ മകൻ ദുര്യോധനാദികളോട് കൂറ് പുലർത്തുന്നത് അദ്ദേഹത്തെ അറിയിപ്പിക്കാൻ വേണ്ടി ചെയ്ത തൻ്റെ മക്കളെ, അതായത് പാഞ്ചാലിയുടെ മക്കളെ, അതായത് പാഞ്ചാലിക്ക് ബ്രഹ്മപുത്രര്, ഭീമര്, അർജുനൻ, നകുല സഹദേവന്മാർക്ക് ഓരോ മകന്മാരുണ്ടായിട്ടുണ്ട്. അവരെ നിർദ്ദയം കഴുത്ത് ആർത്ത് കൊന്നു. അതിൽ അദ്ദേഹം സന്തോഷിച്ചില്ല. ആരെ? ദുര്യോധനൻ. അപ്പോൾ താനിപ്പോൾ അയാളെ ഫോളോ ചെയ്യുന്നത് അയാളെ പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ടാണ്. ആ പ്രാണരക്ഷാർത്ഥം അദ്ദേഹത്തിന് പിൻവലിക്കാൻ അറിയാത്ത ബ്രഹ്മാസ്ത്രത്തെ തൊടുത്ത് വിട്ടിട്ടുണ്ട്. ഇനി താൻ എന്ത് വേണം? ബ്രഹ്മാസ്ത്രം തൊടുത്തോളൂതാ. അപ്പോൾ ദ്രോണപുത്രൻ്റെ ബ്രഹ്മാസ്ത്രമാണെന്ന് നീ അറിഞ്ഞാലും ഇവൻ ഉപസംഹാരത്തെ അറിയുന്നില്ല നിശ്ചയം. അപ്പോൾ ഭഗവാൻ എങ്ങനെ ഇതറിയാം? അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. ഭഗവാൻ സർവജ്ഞനാണ്, സർവജ്ഞാനിയാണ്. സർവജ്ഞൻ എന്ന് പറഞ്ഞാൽ സർവജ്ഞാനിയാണ്. ഓരോരുത്തരും എന്ത് മനസ്സിലാക്കാൻ ബാക്കിയുണ്ട്, എങ്ങനെ മനസ്സിലാക്കിയത് പ്രയത്നിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മനസ്സിലാക്കിയതിൽ സന്തോഷമുണ്ടോ, സന്താപമുണ്ടോ, ഇതൊക്കെ അദ്ദേഹത്തിനറിയാം. അദ്ദേഹത്തിൻ്റെ കണ്ണ് വെട്ടിക്കാൻ എനിക്കും നിങ്ങൾക്കും പറ്റില്ല, ഒരാൾക്കും പറ്റില്ല. അത് 8, 10, 12 വയസ്സിൽ മനസ്സിലാക്കിയാൽ തെറ്റ് ചെയ്യില്ല മനുഷ്യൻ. അപ്പോൾ ഉപസംഹാരത്തെ അറിയുന്നില്ല നിശ്ചയം എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം ശ്രീ ഭഗവാൻ അരുളി ചെയ്തു. ഇത് ദ്രോണാചാര്യപുത്രനായ അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രമാകുന്നു. അദ്ദേഹത്തിന് ആർക്ക്? അശ്വത്ഥാമാവിന് പ്രാണസങ്കടം ഉണ്ടാകുമെന്ന് കണ്ടപ്പോൾ ഇതിനെ പ്രദർശിപ്പിച്ചതാണ്. ഈ അസ്ത്രത്തെ ഉപസംഹരിപ്പാൻ അദ്ദേഹത്തിന് അറിവില്ല. ഭഗവാൻ എന്താ പറഞ്ഞത്? അദ്ദേഹം ബ്രാഹ്മണപുത്രൻ അശ്വത്ഥാമാവ്. ഈ ഒരു ബഹുമാനം നമ്മൾ ബ്രാഹ്മണർക്ക് കൊടുക്കണം. അവർ എങ്ങനെ തലതിരിഞ്ഞവരോ അല്ലാത്തവരോ ആയിക്കോട്ടെ, ഭഗവാനെ നമ്മൾ അനുമോദിക്കണം. അപ്പോൾ ഇവിടെ എന്തായി? ഉപസംഹരിപ്പാൻ അദ്ദേഹത്തിന് എന്നുള്ളത് നമ്മൾ കൊണ്ടുപിടിക്കണം. അറിവില്ല എന്നുള്ള അറിവോടുകൂടെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് പറഞ്ഞെന്താ? അറിയാണ്ട് ഉപയോഗിച്ചതല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ പ്രാണരക്ഷാർത്ഥം ചെയ്തതാണ്. അടുത്ത ശ്ലോകം 28. നഹി അസ്യാന്യതമം കിഞ്ചിദസ്ത്രം പ്രത്യവകർഷണം ജഹി അസ്ത്രതേജ ഉന്നദ്ധം അസ്ത്രജ്ഞോ ഹി അസ്ത്രതേജസാ. അതുകൂടി വായിക്കാം. നഹി അസ്യ അന്യതമം കിഞ്ചിൽ അസ്ത്രം പ്രത്യവകർഷണം ജഹി അസ്ത്രതേജ ഉന്നത അസ്ത്രജ്ഞോ ഹി അസ്ത്രതേജസ. ആ അസ്ത്രം കൊണ്ട് തന്നെ നീയെ തടയണം. പറയാം. ഇതിൻ്റെ കൃശതയെ വരുത്തുന്നതായ എന്ന് പറഞ്ഞാൽ ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ അന്യമായ ഒരസ്ത്രവും ഇല്ല. അതായത് ബ്രഹ്മാസ്ത്രത്തെ ഇല്ലായ്മ ചെയ്യാൻ വേറൊരസ്ത്രമില്ല. ബ്രഹ്മാസ്ത്രത്തിനെതിരായിട്ട് ബ്രഹ്മാസ്ത്രം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉത്കടമായ അസ്ത്രതേജസ് കൊണ്ട് നശിപ്പിച്ചാലും ബ്രഹ്മാസ്ത്രത്തെ ബ്രഹ്മാസ്ത്രം കൊണ്ട് നശിപ്പിക്കേ. നീ അസ്ത്രം അറിയുന്നവൻ ആകുന്നുവല്ലോ, അതും എനിക്കറിയാം. അല്ലേ? അപ്പോൾ ഭഗവാന് ഈ ദുര്യോധനാദികൾ അറിയാതെ കണ്ട് ദ്രോണര് നടക്കാൻ പോകുന്ന വ്യാജേന
ഉപദേശം കൊടുത്തു. ബ്രഹ്മാസ്ത്രം എങ്ങനെ പ്രയോഗിക്കണം, എങ്ങനെ ഉപസംഹരിക്കണം. അപ്പോൾ എങ്ങനെയാണ് അശ്വത്ഥാമാവിനെ അതിനെ പിൻവലിക്കാൻ അറിയില്ല എന്ന് കൃഷ്ണൻ അറിഞ്ഞത്, അതേപോലെ അർജുനന് അത് പ്രയോഗിക്കാനും പ്രതിരോധിക്കാനും അതിനെ വിഡ്രോ ചെയ്യാനും അറിയുന്നുള്ള സത്യം കൂടി ഭഗവാൻ അറിയാം. അതുകൊണ്ട് നമ്മൾക്ക് ഭഗവാന്റെ കരുണ യാചിക്കുന്നതിൽ അഭിമാനം തോന്നരുത്, ദുരഭിമാനം തോന്നരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ്? ഈ ബ്രഹ്മാസ്ത്ര തേജസ്സിനെ ശമിപ്പിക്കുവാൻ അന്യമായ ഒരസ്ത്രത്തിനും ശക്തിയില്ല. വർദ്ധിച്ചു വരുന്ന ഈ തേജസ്സിനെ നീയും ബ്രഹ്മാസ്ത്രത്തെ ഉപയോഗിച്ച് അതിൻ്റെ തേജസ് കൊണ്ട് നശിപ്പിക്കണം. നിനക്ക് എല്ലാ അസ്ത്രങ്ങളെയും പ്രയോഗിക്കാനും ഉപസംഹരിക്കാനും അറിയാം. നീ പ്രയോഗിക്കുന്ന ബ്രഹ്മാസ്ത്രം അശ്വത്ഥാമാവ് ഉപയോഗിച്ച ബ്രഹ്മാസ്ത്ര തേജസ്സിനെ തന്നിൽ അടക്കിയ ശേഷം സ്വയമേവ ഉപശമിക്കും. നിനക്ക് ഉപസംഹാരം അറിയുമല്ലോ. അപ്പോൾ നമ്മൾക്ക് ഈ വായിൽ നിന്ന് വിട്ട വാക്ക് പിൻവലിക്കാൻ പറ്റില്ല. അർജുനനാണെങ്കിലും പറ്റില്ല, അശ്വത്ഥാമാവനാണെങ്കിലും പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് വേണം? വളരെയധികം കോഷ്യസായിട്ട് ശ്രദ്ധിച്ചിട്ടേ വാക്കുകൾ ഉച്ചരിക്കാവൂ. പ്രഭാഷണത്തിനിരിക്കുമ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കണം, ഒരു അപശബ്ദം എൻ്റെ വായിൽ നിന്ന് വരരുതേ ഭഗവാനെ. അന്തര്യാമിയായിരിക്കുന്ന അങ്ങയുടെ തിരുപാദപത്മങ്ങളാണ് ശരണം, അപശ്രുതി വരരുതേ എന്ന് പ്രാർത്ഥിക്കണം. സൂതാ ഉവാച, ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് സൂതരെ ശൗനകാദികളോട് പറയണു. 29ാമത്തെ ശ്ലോകം. ശ്രുത്വാ ഭഗവതാ പ്രോക്തം. ഭഗവാൻ പറയുന്നത് കേട്ടിട്ടെന്നാണ്. ശ്രുത്വാ ഭഗവതാ പ്രോക്തം ഫൽഗുന പരവീര, അർജുനനായിരിക്കുന്ന പരമവീരൻ പൃഷ്ട്വ അപസ്തം പരിക്രമ്യ ബ്രാഹ്മം ബ്രഹ്മായ സന്തതേ. പൃഷ്ട്വ അപസ്തം, വെള്ളം തൊട്ട് കൈകാല ശുദ്ധാക്കി അസ്ത്രത്തെ ബ്രഹ്മാസ്ത്രം കൊണ്ട് തടുത്തു. അതാണ് അർത്ഥം. ശ്രുത്വാ ഭഗവതാ പ്രോക്തം ഫാൽഗുന പരവീര സ്പൃഷ്ട്വാ ആപസ്ഥം. ആപ എന്ന് പറഞ്ഞാൽ വെള്ളം എന്നർത്ഥം കേട്ടോ. ആപഹ ന നിന്ദതേ ആപഹ, വെള്ളത്തിനെ നിന്ദിക്കാൻ പാടില്ല. ന നിന്ദതേ സൂര്യ, സൂര്യനെ ചൂടിനെ നിന്ദിക്കാൻ പാടില്ല, കാരണം അതൊക്കെ ദൈവിക. അപ്പോൾ ആപസ്ഥം പരിക്രമ്യ ബ്രാഹ്മം ബ്രഹ്മായ സന്തതേ. അതിൻ്റെ വാക്കർത്ഥം പറയുമ്പോൾ ശത്രുക്കളാകുന്ന വീരന്മാരെ ഹനിക്കുന്നവനായ അർജുനൻ ഭഗവാനാൽ പറയപ്പെട്ടതിനെ കേട്ടിട്ട് ജലത്തെ സ്പർശിച്ചിട്ട് അവനെ, കൃഷ്ണനെ പ്രദക്ഷിണം ചെയ്തിട്ട്, അതെന്തിനാ? ബ്രഹ്മാണ് ആര്? കൃഷ്ണൻ. അപ്പോൾ ബ്രഹ്മത്തിനെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുമ്പോൾ ബ്രഹ്മമായിരിക്കുന്ന ശ്രീകൃഷ്ണനെ 3 ഉരു വലം വെച്ച് തൊഴുത് നമസ്കരിച്ചു. എന്നിട്ടാണ് അസ്ത്രപ്രയോഗം. അപ്പോൾ അല്ലെങ്കിൽ ഗുരുത്വദോഷം വരും. അതാണ്, ഗുരുത്വദോഷം വരരുത്. അപ്പോൾ സ്പർശിച്ചിട്ട് അവനെ, ശ്രീകൃഷ്ണനെ പ്രദക്ഷിണം ചെയ്തിട്ട് ബ്രഹ്മാസ്ത്രത്തിനെതിരായിട്ട് ബ്രഹ്മാസ്ത്രത്തെ തൊടുത്തു എന്ന വാക്കാർത്ഥം. ഇനി അതിൻ്റെ ഭാവാർത്ഥം നോക്കുക. സൂതൻ പറഞ്ഞു, ശത്രുവീരന്മാരെ സംഹരിക്കുന്നതിന് സമർത്ഥനായ അർജുനൻ ഭഗവാൻ അരുളി ചെയ്തതിനെ കേട്ട ഉടൻ ജലം എടുത്ത് ആചമനം ചെയ്യാന്ന് പറഞ്ഞാൽ ഊത്ത് കഴിക്കാമെന്ന് അർത്ഥം. കൈകാല് ശുദ്ധാക്കി, കണ്ണ് മൂക്ക് ഒക്കെ ചെവി ഒക്കെ ശുദ്ധാക്കി, ശിരസിലൊരു തുള്ളി വെള്ളമൊക്കെ തെളിച്ച് ഓം നമ, ബ്രഹ്മവാചകമാണ് ഓം നമ, മനസ്സിലായില്ലേ? ബ്രഹ്മാസ്ത്രം ആണത്. അപ്പോൾ കൃഷ്ണനെ പ്രദക്ഷിണം ചെയ്ത ശേഷം ബ്രഹ്മാസ്ത്രത്തിൻ്റെ നേർക്ക് ബ്രഹ്മാസ്ത്രം തന്നെ ഉപയോഗിച്ചു എന്ന് പറയണം. 30ാമത്തെ ശ്ലോകം. സംഹത്യ അന്യോന്യം ഉഭയോസ്തേജസി സസംവൃതേ ആവൃത്യ രോദസി ഘം ച വവൃധാതേ അർക്കവന്യവത്.
സംഹത്യാന്യോന്യം ഉഭയോസ്തേജസി സരസംവൃതേ ആവൃത്യ രോദസീഘം ച വവൃധാതേ അർക്കവന്യവത്. രണ്ടിൻ്റെയും തേജസ്സുകൾ ശരങ്ങളാൽ ചുറ്റപ്പെട്ടവയായി തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് ആകാശത്തെയും ഭൂമിയെയും അന്തരീക്ഷത്തെയും മറച്ചിട്ട് സൂര്യനും അഗ്നിയും എന്ന പോലെ വർദ്ധിച്ചു എന്ന് പറയുന്നു. കണ്ടതാണത് അവരെ. ഉടനെ രണ്ട് ബ്രഹ്മാസ്ത്രങ്ങളുടെ തേജസ്സും ഒന്നായി കലർന്ന് ആകാശം, ഭൂമി, അന്തരീക്ഷം മുഴുവനും വ്യാപിച്ച് ഓരോന്നിനെയും വേർതിരിച്ചറിവാൻ സാധിക്കാത്ത വിധം കലാശിച്ചു, മറച്ചു. പ്രളയകാലത്തിൽ ആദിശേഷൻ്റെ മുഖത്തിൽ നിന്ന് പൊങ്ങുന്ന തീയും സൂര്യൻ്റെ ഉഗ്രമായ കാന്തിയും ഒന്നായി ചേർന്നിട്ടെന്ന പോലെ വർദ്ധിച്ചു എന്ന് പറയുന്നു. അടുത്ത ശ്ലോകം 31. ദൃഷ്ട്വാ അസ്ത്രതേജസ്തു തയോ ത്രീം ലോകാൻ പ്രദഹൻ മഹത് ദഹ്യമാനാ പ്രജാ സർവാ സാംവർത്തകമം അസദ. സാംവർത്തകമം അസദ. ശ്രദ്ധിക്കണം കേട്ടോ. ദൃഷ്ട്വാ അസ്ത്രതേജസ്തു തയോ സ്ത്രീം ലോകാൻ പ്രദഹൻ മഹത് ദഹ്യമാന പ്രജാ സർവാ സാർവർത്തകം അസംതകം അംസത. അംസത തന്നെയാണ് വാക്ക്, ഞാൻ പറഞ്ഞുതരാം. അതിവിടെ വരി സ്ത്രീം ലോകാൻ അമംസത എന്നാണ്. അമംസത എന്നാണ് വരിക കേട്ടോ. അമംസത. അതായത് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ദൃഷ്ട്വാ അസ്ത്രതേജസ്തു തയോ സ്ത്രീം ലോകാൻ പ്രദഹൻ മഹത് ദഹ്യമാന പ്രജാ സർവ സാംവർത്തകം എന്താണ് അമംസത സാംവർത്തകം അമംസത. തിരുത്തിയിട്ടുണ്ട്, അപ്പോൾ ഇനി തെറ്റുപറ്റില്ല. അപ്പോൾ അതിന് ഭാവാർത്ഥം പറയുമ്പോൾ അവർ രണ്ടുപേരുടെ മഹത്തായ അസ്ത്രതേജസ്സാവട്ടെ 3 ലോകങ്ങളെ ഏറ്റവും ദഹിപ്പിക്കുന്നതായി കണ്ടിട്ട് ദഹിക്കപ്പെടുന്നവരായ സകല ജനങ്ങളും പ്രളയാഗ്നിയാണെന്ന് വിചാരിച്ചു. അമംസത. അതിൻ്റെ ഭാവാർത്ഥം അശ്വത്ഥാമാവ്, അർജുനൻ ഇവർ രണ്ടുപേരും പ്രയോഗിച്ചതും 3 ലോകങ്ങളെയും തപിപ്പിക്കുന്നതും മഹത്വമായ അസ്ത്രതേജസ്സാൽ ദഹിക്കപ്പെടുന്ന സർവപ്രാണികളും പ്രളയകാലാഗ്നിയാണെന്ന് വിചാരിച്ചു എന്ന് പറയണം. അടുത്ത ശ്ലോകം 32. പ്രജോപപ്ലവമാലക്ഷ്യ ലോകവ്യതികരം ചതം മതം ച വാസുദേവസ്യ സംജഹാരാർജുനോദ്വയം. പ്രജോപപ്ലവമാലക്ഷ്യ ലോകവ്യതികരം ചതം മതം ച വാസുദേവസ്യ സംജഹാരാർജുനോദ്വയം. പ്രജകളുടെ ഉപദ്രവത്തെയും ആ ലോകനാശത്തെയും ശ്രീകൃഷ്ണൻ്റെ അഭിപ്രായത്തെയും അറിഞ്ഞിട്ട് അർജുനൻ രണ്ടിനെയും ഉപസംഹരിച്ചു എന്ന് പറഞ്ഞാൽ അശ്വത്ഥാമാവ് വിട്ട ബ്രഹ്മാസ്ത്രത്തെയും താൻ വിട്ട ബ്രഹ്മാസ്ത്രത്തെയും പിൻവലിച്ചു. അവിടെ 2-3 കാര്യം പ്രധാനമായിട്ട് പറഞ്ഞു. പ്രജകളുടെ ഉപദ്രവത്തെ ഇല്ലായ്മ ചെയ്യണം, ലോകനാശത്തിന് ഉത്തരവാദിയാവരുത്, ശ്രീകൃഷ്ണൻ്റെ അഭിപ്രായം കേൾക്കണം. അപ്പോൾ ഭഗവാന്റെ ഹിതത്തിനല്ലാണ്ട് നമ്മൾ ജീവിക്കാൻ പാടില്ല. അപ്പോൾ എങ്ങനെ നമ്മൾ ഭഗവാന്റെ ഹിതം മനസ്സിലാക്കുക? ഭാഗവതം പഠിക്കണം. ഭാഗവതം കേട്ടാൽ പോരാ, ഭാഗവതം നമ്മൾ പഠിക്കണം. എന്നിട്ട് കേൾക്കുമ്പോൾ ഫലം ഉണ്ടാവും. നമ്മൾക്ക് അറിയാത്ത ഭാഷ അവർ സ്റ്റേജിലിരുന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വല്ല കാര്യമുണ്ടോ? നമ്മുടെ കാശ് പോയി എന്നല്ലാണ്ട് അവരെന്താണ് വായിക്കണത് എന്നുള്ളത് നമ്മൾക്ക് അറിയണ്ടേ? ഉത്തരവാദിത്തമില്ലേ നമുക്ക്? അപ്പോൾ
അതിൻ്റെ അടുത്ത ശ്ലോകം 32. അതെ അല്ല അത് അപ്പോൾ ഈ 32ാമത്തെ ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥം കൂടിയും പറയാം. അസ്ത്രാഗ്നി നിമിത്തം പ്രജകൾ സങ്കടപ്പെടുന്നതിനെയും ലോകം നശിക്കുന്നതിനെയും ശ്രീകൃഷ്ണൻ്റെ അഭിപ്രായത്തെയും നന്നായി അറിഞ്ഞ അർജുനൻ 2 അസ്ത്രത്തെയും ഉപസംഹരിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി 33ാമത്തെ ശ്ലോകം. തത ആസാദ്യ തരസാ ദാരുണം ഗൗതമീസുതം ബബന്ധാം അർഷതാം രാക്ഷ പശും രശനയായധാം. തത ആസാദ്യ തരസാം ദാരുണം ഗൗതമീസുതം ബബന്ധാം അർഷതാം രാക്ഷ പശും രശനയായധാം. അനന്തരം തരസ വേഗത്തിൽ ക്രൂരനായ ഗൗതമിയുടെ പുത്രനെ പ്രാപിച്ചിട്ട്, ഗൗതമിയുടെ പുത്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ്രോണരുടെ പുത്രൻ, കോപത്താൽ ചുവന്ന കണ്ണുകളോട് കൂടിയവനായിട്ട് പശുവിനെ കയറുകൊണ്ടെന്ന പോലെ ബന്ധിച്ചു. ആരെ? അർജുനൻ. ശ്രദ്ധിക്കണം, ദ്രോണപുത്രരെ, അതായത് ദ്രോണർക്ക് ഗൗതമി എന്നൊരു പേരുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയാം. പിന്നെ കോപം കൊണ്ട് ചുവന്ന് കലങ്ങിയ കണ്ണുകളോട് കൂടിയ അർജുനൻ. എന്താ അത്ര ക്രോധം വരാൻ? തൻ്റെയും തൻ്റെ സഹോദരന്മാരുടെയും 5 ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ അശ്വത്ഥാമ വെട്ടിക്കൊന്നു എന്നുള്ളൊരു കാര്യം. പിന്നെ അതിന് മാപ്പ് സാക്ഷി ആക്കണം എന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്യാത്ത ഒരാളല്ലേ മാപ്പ് സാക്ഷി ആക്കുക. പിന്നെയും തെറ്റ് ചെയ്തു. എന്താ? ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു എന്നുള്ളത്. എന്നാൽ അതിനെ പിൻവലിക്കാനുള്ള കഴിവുണ്ടായിരുന്നു? അതുമില്ല. അപ്പോൾ അറിവില്ലായ്മയുടെ ഒരു അപച്യുതി അശ്വത്ഥാമാവിനെ പറ്റി. അതാണ് അർജുനന് കോപം കൂടാനുള്ള കാരണം. അപ്പോൾ കലങ്ങിയ കണ്ണുകളോട് കൂടിയ അർജുനൻ ഗൗതമ വംശത്തിൽ ജനിച്ച അപ്പോൾ ഗൗതമ വംശത്തിൽ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഗൗതമ വംശത്തിൽ ജനിച്ച കൃപിയുടെ പുത്രനും, കൃപി എന്ന് പറഞ്ഞാൽ കൃപാചാര്യരുടെ പെങ്ങള് ആണ് ദ്രോണരുടെ ഭാര്യ, പുത്രനും ക്രൂരനുമായ അശ്വത്ഥാമാവിനെ യാഗത്തിനായിട്ടുള്ള പശുവിനെ കയറുകൊണ്ടെന്ന പോലെ കെട്ടി. കരുണയില്ലാത്ത കെട്ടിയെന്നും ആ ബന്ധനം ധർമ്മമാണെന്നും കാണിപ്പാൻ ഈ ഉപമ സഹായിച്ചു. കാരണം അർജുനൻ ചെയ്തത് ധർമ്മമാണ്. കാരണം എന്താ? ഇത്രയും വലിയ ഘോര തെറ്റ് ചെയ്തവരെ ഇങ്ങനെ തന്നെ ശിക്ഷിക്കാൻ പറ്റുള്ളൂ. ആ ബന്ധനം ധർമ്മമാണെന്നും കാണിപ്പാൻ ഈ ഉപമ സഹായിക്കുന്നു. യാഗത്തിൽ പശുവിനെ ബന്ധിക്കുന്നതും ധർമ്മം തന്നെയാണ്. ആ സമയത്ത് പ്രാണിവധം ആണല്ലോ എന്നുള്ള കരുണയ്ക്ക് അവകാശമില്ല. അപ്പോൾ ഇവിടെ ഇതാരെ പറ്റിയിട്ടാണ് പറയുന്നത്? രാജാക്കന്മാർ പ്രാണിവധം ചെയ്തിട്ട് എന്തിന്? സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അത് അവരുടെ അജ്ഞതയാണ്. അവർ ബ്രാഹ്മണന്മാരുടെ വാക്ക് കേട്ടിട്ടുമില്ല. അവർക്ക് ഇഹത്തിലുള്ള സുഖം ദേവലോകത്തിലും സ്വർഗത്തിലും പ്രാപിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പുനരഭിജനനം മരണം ആവാം, എന്നാലും ഉർവശി രംഭ തിലോത്തമന്മാരുടെ ഡാൻസും കാണണം, മധുപാനം ചെയ്യണം എന്നുള്ള താല്പര്യമുള്ളൂ. അത് ആ ചെയ്ത ഈ അശ്വമേധയാഗം അല്ലെങ്കിൽ രാജസൂയം ചെയ്തതിൻ്റെ ഗുണം കഴിഞ്ഞാൽ അവർ പിന്നെയും ഭൂമിയിൽ ജനിക്കണം. അപ്പോൾ ഇവരെ ശിക്ഷിക്കാൻ വേണ്ടി ഇവർ ഹോമിക്കപ്പെട്ട ജന്തുക്കളൊക്കെ ഉരുക്കിൻ്റെ കൊക്കും കൊമ്പുമായിട്ട് അവിടെ കാത്തിരിക്കണമെന്നാണ്. എന്തിനാ? ഇവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് സനാതനധർമ്മത്തിൽ അഹിംസാപരമോ ധർമ്മ എന്ന മഹാവാക്യത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. അപ്പോൾ നിഷ്കാമനായി ഈശ്വരപ്രീതിക്ക് വേണ്ടിയിട്ട് മാത്രം കർമ്മം ചെയ്യാമെന്നല്ലാണ്ട് സാധാരണക്കാൾ കോഴീനെയോ ആടിനെയോ മാടിനെയോ അല്ലെങ്കിൽ പോത്തിനെയോ വെട്ടാനോ കൊല്ലാനോ തിന്നാനോ ഹോമിക്കാനോ പാടില്ല എന്ന് ഞാൻ ഉറക്കെ പറയും. അവിടെ നിർത്താം.
ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.